ഞാനിപ്പോൾ ആയിരിക്കുന്നത് വിശുദ്ധ അന്തോണീസിൻ്റെ അഴികാത്മാവ് സൂക്ഷിച്ചിരിക്കുന്ന കപ്പേളയിലാണ്. 1263 ആദ്യമായിട്ട് വിശുദ്ധൻ്റെ കബറിടം തുറക്കുന്നത്. അങ്ങനെ വിശുദ്ധൻ്റെ നാവ് അഴികാത്തായിട്ട് കാണപ്പെട്ടത്. എന്നും വചനം വായിക്കുകയും അത് ഹൃദയത്തിൽ സൂക്ഷിച്ച് അത് മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ച് നൽകുകയും ചെയ്ത അവിശുദ്ധൻ്റെ നാവ് മരണശേഷവും നമുക്കൊരു അത്ഭുതമായിട്ട് അടയാളമായിട്ട് ദൈവം അത് അങ്ങനെ തന്നെ അഴികാതെ സൂക്ഷിച്ചു. വിശുദ്ധൻ്റെ അഴികാത്മാവിൻ്റെ തിരുനാൾ ഇവിടെ എല്ലാ വർഷവും ആഘോഷിക്കുന്നത് ഫെബ്രുവരി 15-ാം തീയതിയാണ്. അതുപോലെ വിശുദ്ധൻ്റെ തിരുനാൾ ജൂൺ 13-ാം തീയതി. ആ ദിവസവും പ്രത്യേകിച്ചും അതുപോലെ മറ്റു ദിവസങ്ങളിലെല്ലാം പല ജനങ്ങളും ഇവിടെ വന്ന് വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പോകുന്നു. ഈ അഴികാത്ത നാവിൻ്റെ തിരുശേഷിപ്പ് ഇവിടെ മാത്രമാണ് സൂക്ഷിക്കുന്നത്. ഇത് സാധാരണ പുറത്തേക്ക് കൊണ്ടുപോകാറില്ല. പ്രദക്ഷിണത്തിനും മറ്റു സമയത്താണെങ്കിൽ പോലും ഈ ഒരു തിരുശേഷിപ്പ് ഇവിടെ തന്നെയാണ് സൂക്ഷിക്കുന്നത്. ഈ പുണ്യസ്ഥലത്തായിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ വിശുദ്ധ അന്തോണീസിനെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥവും നിങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.